മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കും. ഇന്ന് പകൽ 10 മണിക്ക് ഡാം തുറക്കുമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടത്തെ തമിഴ്നാട് അറിയിച്ചു. അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടി പിന്നിട്ടതിനെ തുടർന്നാണ് ഷട്ടറുകൾ തുറക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം രാവിലെ 10 മണിക്കാണ് ഡാം തുറക്കുക. 136.10 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ജൂൺ മാസത്തിലെ റൂൾ കർവ് പ്രകാരം 136 അടി പിന്നിട്ടാൽ ഷട്ടറുകൾ തുറക്കുമെന്ന് നേരത്തെ തമിഴ്നാട് അറിയിച്ചിരുന്നു. എന്നാൽ രാത്രിയിൽ ഡാം തുറക്കരുതെന്ന ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരമാണ് രാവിലെ 10 മണിയോടെ ഡാം തുറക്കുമെന്ന് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ സമയക്രമം അനുസരിച്ച് രാവിലെ 10 മണിയോടെ ഡാം തുറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ, ഇന്നലെ രാത്രി തന്നെ 136 അടിയിൽ എത്തിയിരുന്നു. എന്നാൽ ഇടുക്കി ജില്ലാ ഭരണകൂടം തമിഴ്നാട് ജലസേചന വകുപ്പിനോട് രാത്രിയിൽ ഡാം തുറക്കരുത് എന്നൊരു അഭ്യർത്ഥന നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് തമിഴ്നാട് ജലസേചന വകുപ്പ് ഇന്ന് പകൽ 10 മണിക്ക് ഈ ഡാം തുറക്കൂ എന്നുള്ള ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് ജില്ലാ ഭരണകൂടവും സ്വീകരിച്ചിരിക്കുന്നത്. ജനങ്ങളോട് ഇത്തരത്തിൽ ഡാം തുറക്കുന്നതിന് മുന്നോടിയായി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ഉച്ചഭാഷിണി അടക്കമുള്ള കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനടക്കമുള്ള സജ്ജീകരണങ്ങൾ, ക്യാമ്പുകൾ, 20-ലധികം ക്യാമ്പുകളെല്ലാം ഇടുക്കി ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. വലിയ മുൻകരുതലാണ്. പക്ഷേ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. കാരണം ഇത്തരത്തിൽ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ 3700ഓളം ഘനയടി ജലമാണ്. അതിൽ 2100-ലധികം ഘനയടി ജലം തമിഴ്നാട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു 1000 അടുത്ത ഒരു ഘനയടി ജലം മാത്രമാണ് ഈ പെരിയാറിലേക്ക് ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒഴുകിയെത്തുക. അതൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമേ അല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ നേരത്തെ 2022-ലൊക്കെ ഈ ഡാം തുറക്കുന്ന ഒരു സാഹചര്യത്തിൽ 13,000 ഘനയടി ജലമൊക്കെ ഈ പെരിയാറിൽ കൂടി ഒഴുക്കിയതാണ്, ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് തന്നെ. അപ്പോൾ പോലും വലിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഈ 1000 ഘനയടി ജലത്തോളം ഒക്കെ പുറത്തേക്ക് ഒഴുക്കുമ്പോൾ ആശങ്കപ്പെടേണ്ടതായ യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും നിലവിൽ പെരിയാറിൽ അത്യാവശ്യം ജലമുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു 1000 ഘനയടി ജലം കൂടി എത്തും എന്നുള്ള ഒരു മാറ്റമാണ്. ഏതായാലും ജില്ലാ ഭരണകൂടം എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട്. ആര്യ.